സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് LPST റാങ്ക് ഹോൾഡർമാരോട് വിദ്യാഭ്യാസ മന്ത്രി. സമരം അവസാനിപ്പിക്കണമെന്നും ആവശ്യങ്ങൾ പരിഹരിക്കാൻ 2 മാസത്തെ സാവകാശം വേണമെന്നും ആവശ്യപ്പെട്ട് കത്ത് നൽകി. അനുഭാവപൂർവ്വം നടപടി സ്വീകരിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്നും കത്തിൽ പരാമർശം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം നടക്കുകയാണ്. അതിലാണിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. സമരം അവസാനിപ്പിക്കണമെന്നും ആവശ്യങ്ങൾ പരിഹരിക്കാൻ 2 മാസത്തെ സാവകാശം വേണമെന്നും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുകയാണ്. അനുഭാവപൂർവ്വം നടപടി സ്വീകരിക്കാൻ സർക്കാർ സന്നദ്ധമാണ് എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാരോട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള ഉറപ്പ്. എന്നാൽ ഇതിൽ ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പിന്മേൽ സമരക്കാർ അവിടെ നിന്ന് പിന്മാറുമോ എന്നുള്ള കാര്യമാണ്. കാരണം വലിയ തരത്തിൽ അതിശക്തമായിട്ടുള്ള സമരമാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയുകയാണ്. വളരെ ദിവസങ്ങളായി ഈ ഒരു സമരം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. വേറിട്ട പ്രതിഷേധ രീതികളൊക്കെ കാണുകയും ചെയ്തു. ഹാൻസ് ജോൺ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പിന്മേൽ ഇവർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറാകുമോ? എങ്ങനെയാണ് അവരുടെ നീക്കം? സ്വാതി, പ്രതിഷേധം എന്തായാലും അവസാനിപ്പിക്കാൻ LPST റാങ്ക് ഹോൾഡർമാർ തയ്യാറല്ല. കാരണം ഈ 2 മാസം സാവകാശം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് ഇതിനോടകം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് ഈ പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 26 ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിലാണ് LPST റാങ്ക് ഹോൾഡർമാർ. അതിനോടൊപ്പം തന്നെ 5 ദിവസത്തിലധികമായി ഈ റാങ്ക് ഹോൾഡർമാരിൽ ഒരാളായിട്ടുള്ള വളർമതി നിരാഹാര സമരത്തിലുമാണ്. പക്ഷേ അതിനുശേഷവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് LPST റാങ്ക് ഹോൾഡർമാർ പറയുന്നത്. ഇതിനിടയിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇന്ന് സമരപ്പന്തലിൽ നേരിട്ടെത്തി ഇത്തരമൊരു കത്ത് ഈ സമരക്കാർക്ക് നൽകിയത്. ഈ കത്തിൽ പറയുന്നത് അനുഭാവപൂർണ്ണമായി ഈ വിഷയം പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്നാണ്. പക്ഷെ അതിന് 2 മാസത്തെ സാവകാശം വേണം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സമരത്തിൽ നിന്ന് ഈ LPST റാങ്ക് ഹോൾഡർമാർ പിൻവാങ്ങണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിലൂടെ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സമരം തുടരും എന്നാണ് LPST റാങ്ക് ഹോൾഡർമാർ പറയുന്നത്. കാരണം 2 മാസം സാവകാശം അംഗീകരിക്കാൻ കഴിയില്ല. അടിയന്തരമായി ഈ വിഷയത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര നടപടി വേണം എന്ന് തന്നെയാണ് LPST റാങ്ക് ഹോൾഡർമാർ പറയുന്നത്. സ്വാതി. ഓക്കെ ഹാൻസ്.